ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തന്ന വലിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂടെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണോ? എന്ത് ചെയ്തിട്ടും എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ടോ? നിങ്ങൾ പലയിടത്തും തല കുനിച്ച് നിൽക്കുന്ന അവസ്ഥ, പലയിടത്തും നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിൽ ഇരിക്കുകയാണോ നിങ്ങൾ? എന്നാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്ത ഒരു വാതിലുകളും ഇല്ല. നമ്മൾ കുറച്ച് കാത്തിരിക്കണം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടാകും. നമ്മുടെ യേശു കർത്താവ് തിരുവചനങ്ങൾ നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ അവൻ പതിവ് പോലെ ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ, മുടക്കാതെ ജീവിതത്തിൽ ചെയ്ത രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോകുമായിരുന്നു, ആരാധനയ്ക്ക് അവൻ പോകുമായിരുന്നു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളിൽ എത്ര പേർ മുടങ്ങാതെ നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയിട്ടുണ്ട്? ദൈവത്തിന്റെ ആലയത്തിൽ, പള്ളികളിൽ എത്ര പേർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ട്? ഇവിടെ ബൈബിൾ പറയുന്നു, അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. അവൻ ആ പതിവ് തെറ്റിച്ചില്ല. തന്റെ പിതാവിന്റെ അടുക്കൽ വന്ന്, ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ പതിവ് അവൻ ജീവിതത്തിൽ തെറ്റിച്ചില്ല. രണ്ടാമത് നമുക്ക് വായിക്കാൻ പറ്റും, അവൻ പതിവ് പോലെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. അവൻ പതിവ് പോലെ പ്രാർത്ഥിപ്പാൻ പോയി. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുന്ന വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഇവിടെ പ്രാർത്ഥനയുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. അവൻ മാറി നിന്ന് ഏകാന്ത ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ ദൈവത്തിനോട്, തന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആകുലപ്പെടാതെ, മനുഷ്യനാണ്, ആകുലതകളും ചിന്തകളും ഒക്കെ ഉണ്ടാകും. എങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കുകയും നിങ്ങൾ പരാജയപ്പെട്ടു പോകുകയില്ല. അവിടെ ഗെത്സമന ബൈബിളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഗെത്സമനയിലെ പ്രാർത്ഥന. അവസാന നിമിഷം കർത്താവ് ദൈവത്തോട് പറയുകയാണ്, കൂട്ടാളികളെല്ലാം കൂടെ നിന്നവരും എല്ലാവരും തള്ളിപ്പറഞ്ഞു, ചങ്ക് പറിച്ചു തന്നാലും വിട്ടുമാറത്തില്ലെന്ന് പറഞ്ഞവർ വരെ മാറി നിന്ന അവസ്ഥ, മിണ്ടാതെ നിന്ന അവസ്ഥ. ഒരു ജനം മുഴുവൻ ക്രൂശിക്കുവാൻ വേണ്ടി വന്നപ്പോൾ വരുന്ന ആ ഒരു സിറ്റുവേഷൻ, അവിടെ യേശു കർത്താവിന് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പ്രാർത്ഥന. ഈ വേദന, താൻ എടുക്കാൻ പോകുന്ന ആ വേദനയിൽ നിന്നും മോചനം നേടുവാൻ, ആ വേദനയുടെ കാഠിന്യം അത് സഹിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമായിരുന്നു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ദൈവമേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറണമേ. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവം തരുന്നതിനെ സ്വീകരിച്ച്, കർത്താവേ, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറിത്തരണമേ, അവിടുന്ന് എന്നിൽ കൂടെ പ്രവർത്തിക്കണമേ. ഈ പകൽക്കാലം നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റണം, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം. അതേ പ്രിയപ്പെട്ടവരെ, ഏത് സ്ഥലത്താണോ ഉരുകി പ്രാർത്ഥിച്ചത്, എവിടെ വെച്ചാണോ അവനെ ഒറ്റിക്കൊടുത്തത്, എവിടെ വെച്ചാണോ വിയർപ്പ് തുള്ളികൾ ചോര കണങ്ങ പോലെ നിലത്തു വീണത്, ആ പ്രാർത്ഥനയാണ് ഗെത്സമനയിൽ വെച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയോ? ഒരിക്കലുമില്ല. ആ പ്രാർത്ഥനയുടെ അവസാനമായി എവിടെയാണ് കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിൽ അവൻ ഒലിവുമലയിൽ കാൽ ചവിട്ടും. അവന്റെ കാൽപാദങ്ങൾ ഏത് കാൽപാദങ്ങളാണോ
മുറിവേൽപ്പിക്കപ്പെട്ടത്, ആണി തറയ്ക്കപ്പെട്ടത്, വേദനിക്കപ്പെട്ടത്, ഏത് ശരീരമാണോ മുറിവേൽക്കപ്പെട്ടത് നമുക്ക് വേണ്ടി, അവന്റെ രണ്ടാമത്തെ വരവിൽ അവൻ ആ ഒലിവുമലയിൽ തന്റെ പാദങ്ങൾ സ്പർശിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നിന്ദിക്കപ്പെട്ടെടുത്ത്, നീ അപമാനിക്കപ്പെട്ടെടുത്ത് ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. 2 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം. എത്ര പ്രശ്നങ്ങൾ വന്നാലും, ഒന്ന്, മുടങ്ങാതെ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അത് കുഞ്ഞുങ്ങളെയും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ദേവാലയത്തിൽ പോകാതിരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലൊക്കെ വിടണം. കുഞ്ഞുങ്ങളെ കുഞ്ഞിലേ തൊട്ടേ ദൈവത്തിൽ ആശ്രയം വെക്കുവാൻ, ദൈവത്തോട് ചേർന്നുള്ളൊരു ബന്ധം കുഞ്ഞുങ്ങളുടെ ഉള്ളിലാക്കി കഴിഞ്ഞാൽ അവൻ വേറെ ആരെ ആശ്രയിക്കാൻ പോകത്തില്ല. എന്ത് വിഷമം ഉണ്ടെങ്കിലും ദൈവത്തോട് പറഞ്ഞാൽ ദൈവം സാധിച്ചു തരും. തൻ്റെ വിഷമങ്ങളെ ഷെയർ ചെയ്താൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കുഞ്ഞുനാൾ തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവാലയത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. 2ാമത്തെ കാര്യം, നിങ്ങളുടെ പ്രാർത്ഥന വാതിലുകൾ അടച്ച് ഏകാന്ത ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും, ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടാവും. അതിന് ഒരുപക്ഷെ നമ്മൾ ചില വേദനകൾ സഹിക്കാം, ചില നിന്ദകൾ സഹിക്കേണ്ട വന്നേക്കാം, ചില കുത്തുവാക്കുകൾ സഹിക്കേണ്ട വന്നേക്കാം, രക്ഷപ്പെടുന്നുള്ള ആശകളൊക്കെ നശിച്ചു പോയേക്കാം, മുന്നിൽ ഒരു വഴിയും കാണാതെ എല്ലാം അടയപ്പെട്ട ഒരവസ്ഥയിൽ ആയിരിക്കാം. എന്നാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നമ്മുടെ ദൈവം മനസ്സലിയുന്ന ദൈവമാണ്. അവൻ തീർച്ചയായിട്ടും നമ്മുടെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും വൃഥാവായി പോകത്തില്ല. ഒരു പ്രാർത്ഥന പോലും നിങ്ങളുടെ കണ്ണുനീരിനെ തുരുത്തിലാക്കി വെക്കുന്ന ഒരു ദൈവം. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, അവൻ നമുക്ക് വേണ്ടി കരുതും. ദൈവാലയത്തിൽ പോവുക, മുടങ്ങാതെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സർവശക്തനായ ദൈവം മാറ്റിത്തരും. പകൽക്കാലം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.